കെ സുരേന്ദ്രനെ പുഴുങ്ങി എടുത്ത് അയയിൽ ഉണക്കാനിട്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ. കെ സുരേന്ദ്രനും അതുപോലെ തന്നെ വി മുരളീധരനും പിന്നെ ശോഭാ സുരേന്ദ്രൻ ഇവരൊക്കെ ആയിരുന്നു ഒരു കാലത്ത് സംസ്ഥാന BJPയിലെ പുലിക്കുട്ടികൾ. കെ സുരേന്ദ്രൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇരിയിട എന്ന് പറഞ്ഞാൽ ഇരിക്കും, തുള്ളട എന്ന് പറഞ്ഞാൽ തുള്ളും, അങ്ങനെയായിരുന്നു BJP സംവിധാനം. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഉൾപ്പെടുത്താതെ ഒരു സംസ്ഥാന സമിതി യോഗം തൃശ്ശൂർ ചേർന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? തൃശ്ശൂരിൽ കഴിഞ്ഞ ദിവസം BJPയുടെ സംസ്ഥാന യോഗം നടന്നപ്പോൾ കെ സുരേന്ദ്രനെയും വിളിച്ചില്ല, മുരളീധരനെയും വിളിച്ചില്ല. കാരണം ഇവർ രണ്ടുപേരും വേസ്റ്റ് ആണെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് കോർ കമ്മിറ്റി യോഗം നടക്കുന്നുണ്ട്. എന്തിനാണ്? പാർട്ടി പുനഃസംഘടനയാണ്. ഇതുവരെ ട്രഷററെ നിയമിച്ചിട്ടില്ല, അതുപോലെ സെക്രട്ടറിമാരെ നിയമിച്ചിട്ടില്ല, ജനറൽ സെക്രട്ടറിമാരും സെക്രട്ടറിമാരെ നിയമിച്ചിട്ടില്ല, അതൊന്നുമായിട്ടില്ല. സംസ്ഥാന പ്രസിഡന്റ് വന്നു, ഓരോ ജില്ലാ പ്രസിഡന്റുമാരെ നിയമിച്ചു. ജില്ലാ പ്രസിഡന്റുമാരെ ജില്ലാ സെക്രട്ടറിമാരെയൊക്കെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് മുനമ്പത്തിന് മുമ്പ് തന്നെ കാര്യം സാധിച്ചിരുന്നു. ബാക്കി പുനഃസംഘടനയൊന്നും നടന്നില്ല. എന്താണ് നടക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ എല്ലാ കാര്യങ്ങളെയും ഒരു കോർപ്പറേറ്റ് ലെവലിൽ നിന്നാണ് അനലൈസ് ചെയ്യുന്നതും നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നതും. ഇനിയിപ്പോൾ ടാലൻറ്റ് ഹണ്ട് നടത്തി, അതായത് ടാലൻറ്റ് ഹണ്ട്, പ്രതിഭയെ തിരിച്ചറിയാൻ ടാലൻറ്റ് ഹണ്ട് ആളുകളെ വിളിച്ചു വരുത്തുന്നു. അതായത് മണ്ഡലത്തിലൊക്കെ ഉള്ള ചെറുപ്പക്കാരെ BJP അനുഭാവികളൊക്കെ വിളിച്ചു വരുത്തിയിട്ട് പ്രസംഗിക്കാൻ ഒരു സബ്ജക്റ്റ് കൊടുക്കുന്നു, എന്നിട്ട് പ്രസംഗം നോക്കുന്നു. അതുപോലെ അങ്ങനെ ടാലൻറ്റ് കണ്ട് ഇനിയിപ്പോൾ ബിഗ് ബോസിലൊക്കെ ചെയ്യുന്നത് പോലെ ഇവരെ ഇനി ഒരുമിച്ച് താമസിപ്പിച്ചിട്ട് അവരുടെ ടാലൻറ്റ് അളക്കുമോ എന്നൊക്കെ ഇനി കണ്ടറിയണം. കാരണം ബിഗ് ബോസ് ഏഷ്യാനെറ്റിൻ്റെ പരിപാടിയാണല്ലോ, ഏഷ്യാനെറ്റിൻ്റെ മുതലാളിയാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ടാലൻറ്റ് ഹണ്ടാണ്. കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെ വളർന്നു വന്നത് അവരുടെ പ്രവർത്തന മികവ് കൊണ്ടാണ്. ജനങ്ങളോട് ഇടപെടുന്ന രീതി, ജനങ്ങളിലായിരിക്കുക, ജനങ്ങളോടൊപ്പമായിരിക്കുക എന്നൊക്കെയാണ്. ഈ ടാലൻറ്റ് കണ്ട് നടത്തിയാണ് യുവമോർച്ചയുടെയും മഹിളാ മോർച്ചയുടെയും ഒക്കെ നേതൃനിരയിലെ ആളുകളെ കണ്ടെത്താൻ രാജീവ് ചന്ദ്രശേഖർ തീരുമാനിക്കുന്നതും അങ്ങനെ ഒരു നയം അടിച്ചേൽപ്പിക്കാനാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അതിനെ കെ സുരേന്ദ്രനും വി മുരളീധരനും ശോഭാ സുരേന്ദ്രനും ഒക്കെ അടിമുടി എതിർക്കുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ കരുതിയിരുന്നത് തന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തെ ഫുൾ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആക്കുമെന്നാണ്. പക്ഷേ അങ്ങനെയൊന്നും ആക്കാൻ രാജീവ് ചന്ദ്രശേഖർ കൂട്ടുനിന്നില്ല. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു, ശോഭാ സുരേന്ദ്രനെ ജനറൽ സെക്രട്ടറി ആക്കിയെങ്കിൽ അത് പാർട്ടി കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം. അമിത്ഷായുമായി ശോഭാ സുരേന്ദ്രന് അടുപ്പമുണ്ടെങ്കിൽ അത് ശോഭാ സുരേന്ദ്രന് കയ്യിൽ വെച്ചിരുന്നാലും മതി. ആലപ്പുഴ ജില്ലയിൽ പോയി അങ്ങ് പ്രവർത്തിച്ചാലും, അല്ലെങ്കിൽ സ്വന്തം മണ്ഡലം, സ്വന്തം സ്ഥലമായ തൃശ്ശൂരിൽ അവിടെ പോയിട്ട് അവരങ്ങ് നിന്നാൽ മതി. ഇങ്ങോട്ട് വന്ന് തിരുവനന്തപുരത്ത് വന്ന് കിളയ്ക്കാൻ നിൽക്കേണ്ടതില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർജി ശോഭാ സുരേന്ദ്രനെ ഒതുക്കിയത്. പക്ഷേ കെ സുരേന്ദ്രൻ്റെ എന്ന് പറഞ്ഞാണ് ഒതുക്കിയതെന്ന് ഒരു പിടുത്തവുമില്ല. കെ സുരേന്ദ്രൻ ആരെയൊക്കെ വെട്ടിനിരത്തിയോ, കെ സുരേന്ദ്രൻ്റെ തട്ടിപ്പിനും വെട്ടിപ്പിനും കുതികാലി വെട്ടിനും കൂട്ടുനിൽക്കാത്ത ഒരുവിധപ്പെട്ട എല്ലാ BJP നേതാക്കളെയും കെ സുരേന്ദ്രൻ ഒരു വഴിക്കാക്കി വെടക്കാക്കിയിരുന്നു. കെ സുരേന്ദ്രൻ എല്ലാവരെയും പുറത്താക്കിയിരുന്നു. രാജീവ് ചന്ദ്രശേഖർ വന്ന ഉടനെ അങ്ങനെ പുറത്താക്കപ്പെട്ട ആളുകളെയൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ട് ചെറുതും വലുതുമായ പോസ്റ്റുകളൊക്കെ കൊടുത്ത് നിങ്ങളൊക്കെ പ്രവർത്തിക്കണം, നിങ്ങളൊക്കെ ഉണ്ടെങ്കിലേ പാർട്ടി മെച്ചപ്പെടൂ എന്ന് പറഞ്ഞ് സുരേന്ദ്രൻ ആദ്യമേ വെട്ടി മറ്റുള്ള ആളുകളെയൊക്കെ അകത്തോട്ട് തിരികെ കയറ്റി. സുരേന്ദ്രൻ ആവതും പറഞ്ഞു നോക്കി, ഇവരൊന്നും എടുത്തു വയ്ക്കരുത്, ഇവരൊന്നും പാർട്ടിയുടെ സുഗമമായ യാത്രയ്ക്ക് തടസ്സമായി നിൽക്കുന്നവരാണ്, അതുകൊണ്ടാണ് ഞാൻ ഇവരെയൊക്കെ പുറത്താക്കി നിർത്തിയത് എന്നൊന്നും പറഞ്ഞിട്ട് രാജീവ് ചന്ദ്രശേഖർ കേട്ടില്ല. അവസാനം തൃശ്ശൂർ സമ്മേളനം വന്നപ്പോൾ, തൃശ്ശൂർ യോഗം നടന്നപ്പോൾ കെ സുരേന്ദ്രനെയും രാജീവ് ചന്ദ്രശേഖർ അവോയ്ഡ് ചെയ്തു. ഇന്നിപ്പോൾ കോർ കമ്മിറ്റി നടക്കുകയാണ്. തമ്മിലടിയും ഉഗ്രവിസ്ഫോടനങ്ങളുമായിരിക്കും BJP കോർ കമ്മിറ്റി നടക്കുക. എല്ലാവരും താമര വിരിഞ്ഞതുപോലെ ചിരിച്ചു കാണിക്കും പുറത്ത്. മീഡിയയുടെ മുന്നിൽ വരുമ്പോൾ എല്ലാവരും താമരയുടെ ചിരിയുണ്ടല്ലോ, ഒരു താമര വിരിഞ്ഞ പോലെ ഒരു ചിരി പാസ്സാക്കും. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ്? ഇവൻ എന്നെ ഒതുക്കിയവനാണ്, ഇവനെ കാലുവാരണം, 10 വോട്ട് ഇവനെങ്ങനെ കുറച്ച് നേടിക്കൊടുക്കാം എന്ന തന്ത്രമാണ്. മറ്റേത് കരുതുന്നത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഒരു 75% സീറ്റുകളിലെങ്കിലും BJPയുടെ ആധിപത്യം 2ാം സ്ഥാനമെങ്കിലും വരണം, എന്നിട്ട് തിരുവനന്തപുരവും തൃശ്ശൂരും പാലക്കാട് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റികൾ പിടിച്ചടക്കണം. ഇപ്പോൾ പാലക്കാട് ഓൾറെഡി ഉള്ളതാണ്. തൃശ്ശൂരിൽ ആധിപത്യം ഉറപ്പിക്കണം, തിരുവനന്തപുരത്തും ആധിപത്യം ഉറപ്പിക്കണമെന്നൊക്കെ, എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കണമെന്നൊക്കെ വികസിത കേരളം സ്വപ്നം കണ്ട് മുന്നോട്ട് പോകുന്ന രാജീവ് ചന്ദ്രശേഖറിന് പാര പണിയാൻ സുരേന്ദ്രന് ഇനി മറ്റെന്തെങ്കിലും വേണോ? തന്നെ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഒരു സംസ്ഥാന സമിതി യോഗം തൃശ്ശൂരിൽ വിളിച്ചു ചേർത്തത് സുരേന്ദ്രന് വലിയ ക്ഷീണമായിട്ടുണ്ട്. അതുകൊണ്ട് BJPയുടെ പുനഃസംഘടന ഈ കട്ടപ്പുറത്ത് കയറിയ ബസ് പോലെയായിപ്പോയി. ടയറൊന്നുമില്ല. കാരണം പ്രധാനപ്പെട്ട ടയറുകളൊക്കെ രാജീവ് ചന്ദ്രശേഖർ അഴിച്ച് ദൂരെ കളഞ്ഞിരിക്കുന്നു. സുരേന്ദ്രനുമില്ല, വി മുരളീധരനില്ല, ശോഭാ സുരേന്ദ്രനില്ല. അവരെയൊക്കെ ഒതുക്കി ഒരു മൂലയ്ക്കാക്കിയിട്ടാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ പടയോട്ടം നടക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ അന്ന് കൂട്ടായി പിടിച്ചതാരൊക്കെയാണ്? ഒരു ഷോൺ ജോർജ്, PC ജോർജിൻ്റെ മകനായ ഷോൺ ജോർജ്, അതുപോലെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി, മറ്റൊരു ആൻ്റണിയുണ്ട്, വേറൊരു സോഷ്യൽ മീഡിയയുടെയൊക്കെ തലപ്പത്തിരിക്കുന്ന ഒരാളുണ്ട്. ഇങ്ങനെ കുറച്ച് ആളുകളെ, പിന്നെ പത്രപ്രവർത്തന പരിചയമുണ്ടായിരുന്ന ആളുകളെ, അവരെയൊക്കെ കൂടെ പിടിച്ചു നിർത്തിയിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പാർട്ടിയുടെ ഒരു സ്വഭാവം നടക്കുന്നില്ല.
സംഘപരിവാറും RSSും മുന്നോട്ട് വയ്ക്കുന്ന തരത്തിലല്ല BJP സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ഒരു കോർപ്പറേറ്റ് വ്യവസ്ഥയുടെ കീഴിലാണ്. ഒരു ഓഫീസ് സംവിധാനം എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലെയാണ് പ്രവർത്തിക്കുന്നത്. അതുപോലെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ അകന്നു പോകും, ജനങ്ങളെ കിട്ടില്ല, വോട്ട് കിട്ടില്ല എന്നാണ് സുരേന്ദ്രപക്ഷം വിശ്വസിക്കുന്നതും അവർ ആർഗ്യൂ ചെയ്യുന്നതും. ഇനി ഇപ്പോൾ കോർ കമ്മിറ്റി കഴിയുമ്പോൾ നിലവിളിയും പൊട്ടിക്കരച്ചിലുമാണോ അതോ കെട്ടിപ്പിടുത്തവും പൊട്ടിച്ചിരിയുമാണോ എന്ന് കണ്ടറിയാം.